ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തുന്നു. 46ന്റെ മുഞ്ചിൽ ലയണൽ മെസ്സി. MLS ചരിത്രത്തിൽ ഇന്റർ മയാമി ആദ്യ കിരീടം നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ കൊളംബസ് SCയെ തകർത്തതോടെയാണ് ഇന്റർ മയാമി MLS കിരീടം സ്വന്തമാക്കിയത്. 2-3 ഗോളുകൾക്കായിരുന്നു ഇന്റർ മയാമിയുടെ വിജയം. മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ ഇരട്ട ഗോളും ലൂയിസ് സുവാരസിന്റെ ഒരു ഗോളും ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. ലയണൽ മെസ്സിയുടെ വക ഒരു മയവിൽ ഫ്രീ കിക്കും കാണാൻ ഇടയായി. ഇതോടെ മയാമിയിലേക്ക് പുതിയൊരു കപ്പും കൂടി ലയണൽ മെസ്സിയുടെ വക എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിലാണ് ലയണൽ മെസ്സി ഇന്റർ മയാമിയിലെത്തിയത്. അതിനുശേഷം ലീഗ് കപ്പും സ്വന്തമാക്കാൻ മയാമിക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ ഇതാ മേജർ ലീഗ് സോക്കറും സ്വന്തമാക്കിയിരിക്കുകയാണ് മയാമി. മറ്റൊരു പ്രധാന വാർത്ത എന്തെന്നാൽ, ഒന്നാം സ്ഥാനക്കാരെ വീണ്ടും കപ്പടിപ്പിച്ചവനല്ല ലയണൽ മെസ്സി. കപ്പില്ലാത്ത ഒരു ടീമിനെ, അതും അവസാനം നിൽക്കുന്ന പോയിന്റ് ടേബിളിൽ അവസാനം നിൽക്കുന്ന ഒരു ടീമിനെ മുന്നിലേക്ക് നയിച്ചാണ് ലയണൽ മെസ്സിയുടെ തിരിച്ചുവരവ്. കഴിഞ്ഞ തവണ 15-ൽ 14 നിന്നവർ ഇന്ന് ഒന്നാമതാണ്. ഈ സീസണിൽ 32 മത്സരങ്ങളിൽ നിന്ന് 20 വിജയവും 8 സമനിലയും 4 തോൽവിയും 72 ഗോൾ സ്കോർ ചെയ്തപ്പോൾ 47 ഗോൾ മാത്രമാണ് കൺസീഡ് ചെയ്തത്. 68 പോയിന്റുമായി ഇന്റർ മയാമി ഒന്നാം സ്ഥാനത്ത് ചാമ്പ്യൻസ് പട്ടം ഉയർത്തിയിരിക്കുകയാണ്. മയാമിയേക്കാൾ ഒരു മത്സരം കുറവ് കളിച്ച കൊളംബസ് SCക്ക് 57 പോയിന്റും മയാമിയുടെ അതേ മത്സരം കളിച്ച സിൻസിനാറ്റിക്ക് 56 പോയിന്റുമാണുള്ളത്. ഇതോടെ 2 മത്സരങ്ങൾ ബാക്കി നിൽക്കെ മയാമി മേജർ ലീഗ് സോക്കർ സ്വന്തമാക്കിയിരിക്കുകയാണ്. സീസണിൽ 17 ഗോളുകൾ ലയണൽ മെസ്സി സ്വന്തമാക്കി. ലൂയിസ് സുവാരസും 18 ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 22 ഗോളോടെ DC യുണൈറ്റഡ് താരം ബെൻഠേക്ക് ആണ് ഒന്നാമത്. 19 ഗോളുമായി ഡെനിസ് ബൗഗാന ലോസ് ആഞ്ചലസ് താരമാണ്. പരിക്കു കാരണം ഒരുപാട് മത്സരങ്ങൾ നഷ്ടപ്പെട്ട താരമാണ് ലയണൽ മെസ്സി. രാജ്യത്തിനായി കഴിഞ്ഞ കോപ്പ അമേരിക്ക ചാമ്പ്യൻസ് പട്ടം ഉയർത്തിയ ലയണൽ മെസ്സി വീണ്ടും ഇതാ ഒരു കിരീടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. കിരീടത്തിൻ്റെ കാര്യത്തിൽ അർദ്ധ സെഞ്ചുറിയിലേക്കാണ് മെസ്സിയുടെ നീക്കം. നിലവിൽ 46 കിരീടങ്ങളായി ലയണൽ മെസ്സിക്ക്. അതിൽ ഒരു ലോകകപ്പും 4 ചാമ്പ്യൻസ് ലീഗുമുണ്ട്. മെസ്സി 50ലേക്ക് എത്തുന്നത് കണ്ണു കൂർപ്പിച്ച് കാത്തു നിൽക്കുകയാണ് ആരാധകർ. കാത്തിരിക്കാം. ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തും.